കൊറേ കണ്ട നമ്മള് കണ്ടതാണ് അന്ന് പുറക്കാരുടെ ക്ലാസ് നമുക്ക് പ്രയോജനം ശരി അപ്പൊ അങ്ങനെ ഒറ്റപ്പാലത്തും പടായി ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലം ശീലം കൊടുത്തല്ലോ അപ്പൊ അങ്ങോട്ട് പോകുന്നു രണ്ടാളുണ്ടോ ഇതിനേക്കാൾ മുമ്പോ 65 കൊല്ലം തീർച്ചയായിട്ടും അതെ 14 കൊല്ലം അർബൻ ബാങ്കിൽ 35 കൊല്ലം സർവീസ് പാലക്കാട് ബാങ്കിൽ ഇത്ര അറിയുന്ന ഒരാളില്ലേ സാറിന് ഞാൻ അതിനായിട്ട് സാർ ഞാൻ മാറ്റക്ക് 1500 കൊല്ലത്തെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണം നിങ്ങൾക്ക് ഒരു ഭാവിയിലെ ആളുകളാണ് 1500 കൊല്ലത്തെ ചെറുപ്പശ്ശേരിയുടെ ചരിത്രം ചെറുപ്പശ്ശേരി പറഞ്ഞാൽ ഈ മുഴുവനാണ് ചരിത്രം മതങ്ങൾ എന്നുണ്ടായി കോൺഗ്രസ് എന്നാണ് ഇവിടെ ഉണ്ടായി എനിക്കൊരു കുറച്ച് അറിയില്ല അതിൻ്റെ ഉത്ഭവം ഒറ്റപ്പാലത്ത് അതിനൊക്കെ ഉള്ള ഒരു കഥ ഞാൻ വരുന്നു പറഞ്ഞപ്പോൾ ഉപകാരമാണ് അതെ ഓക്കെ ചെറുപ്പശ്ശേരിയുടെ ചരിത്രം വെരി ഗുഡ് 1500 കൊല്ലത്തെ എല്ലാ പത്രങ്ങളും ഇത് എൻ്റെ ആത്മകഥ ഉമ്മർഖാൻ്റെ രണ്ടു ഒഴിവ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വായിക്കുക ഓക്കെ 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 തന്നെ വായിക്കാൻ പറ്റും നോക്കാം ഷാളോട് ഉമ്മർഖാൻ അശിതാണ് ഞാൻ മാഷിക്കറിയാലോ പ്രവർത്തിക്കുന്ന കാലത്തും എല്ലാ രാഷ്ട്രീയക്കാരോടും സ്നേഹം തീർച്ചയായിട്ടും പുലർത്തിയ ആളാണ്. ഞാൻ വന്നിട്ട് നിങ്ങളെ ഉപേക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? ഒരാളും ഇല്ല. ബിജെപി ആളുകൾ അടക്കുന്നോട് സ്നേഹം തീർച്ചയായിട്ടും. കാരണം രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ്. അതെ, അത് നമ്മുടെ അഭിപ്രായം. അത് ഓരോരുത്തരുടെ ഭരണത്തിനാണെന്ന കാര്യമില്ല, അത് സ്വയം ഉണ്ടാവേണ്ടത്. പക്ഷെ രാഷ്ട്രീയത്തിന് നന്മ ചെയ്യണം. ഞാൻ എൻ്റെ 65 കൊല്ലത്തിൽ മാസോട് തുറന്നു പറയും, ഒരു അഴിമതി കാണിച്ചിട്ടില്ല, ആർക്കൊന്നും പറയാനില്ല. ഒരു വൗച്ചർ പോലും ഒരു ബാങ്കിലെ ഓഡിറ്റ് ഓഫീസറിൻ്റെ ചെയ്തിട്ടില്ല. അതിന് വരണ്ട. പക്ഷെ അതുകൊണ്ട് ജീവിതത്തിൽ എന്നും അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയപ്പൻ്റെ ഏറ്റവും അടുത്താളാണ്. ഉമ്മറെ ഇന്ന് വിളിച്ചിട്ട് ഞാൻ മേളിലാ താമസിക്കും, ചായ ഉണ്ടാക്കണ പറയും. ഞാനിന്ന് ഭക്ഷണം കഴിക്കണം കൊടുക്കുന്നത് അത്ര ബന്ധമായിരുന്നു എൻ്റെ അങ്ങനെ. വളരെ സന്തോഷം. അത് മതി, അത് മതി, അത് മതി. ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മരിക്കാൻ്റെ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ എങ്ങോട്ടും പോകാനുള്ള സമയം ഇതിൽ നിന്ന് ഇക്കാലം മുതൽ മാഷോട് പറയാം, എൻ്റെ 8ാമത്തെ വയസ്സിൽ അല്ല, എൻ്റെ ജ്യേഷ്ഠൻ അന്ന് മറ്റേ ആദ്യത്തെ പിടിത്തൊഴിലാളി സമരം പൊന്നാനി, ആ പിടിത്തൊഴിലാളി സമരത്തിന് പോയിട്ട് ജയിലിൽ പോയി. പിടിത്തൊഴിലാളിയല്ല, അവരെ സ്നേഹിതനാണ്, കൂടുതൽ സഹായിക്കാൻ പോയത്. എന്നിട്ട് വീടിത്തൊഴിലാളികൾ ചെടിമാർക്ക് വേടി കമ്പനിയാണ് കച്ചേരിത്തെ പാലക്കാടുള്ള 100ഓളം തൊഴിലാളി ഉണ്ടാവും. അവർ ഈ വീടി കൂലി കൊടുക്കും ശനിയാഴ്ച. അന്ന് ആ കാശ് കൊടുത്ത് അമ്മക്ക് കൊടുക്കും. അമ്മ മേടിക്കലും എൻ്റെ കുട്ടികൾ ജയിലിലേക്ക് അയച്ചിട്ട് ആ കാശ് എനിക്ക് വേണ്ട പറഞ്ഞ അമ്മ കാര്യം. അപ്പോൾ അച്ഛൻ പറയും മേടിച്ചാന്ന് അത് തുടങ്ങിയതാണ്. ഗോവ സമരത്ത് പോയിട്ട് വെടിയിട്ട് മരിച്ചു എന്ന് പറഞ്ഞു. ആ മരിക്കുന്നവരെ പെൻഷൻ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയിരുന്നു പി.എ. മുഹമ്മദ്.
പാർട്ടി രണ്ടായപ്പോൾ CPI അതൊരു അപകടം. പ്രവർത്തിക്കാൻ നന്നായിട്ട് നമ്മൾ അധ്വാനിക്കുക. പ്രതിഫലം ജനങ്ങൾ നമുക്ക് അധ്വാനിക്കാം. നിങ്ങളിപ്പോ ഒരു 70 മുതൽ സജീവാലോ അധ്യാപക രംഗത്ത് ആ സംഘടനക്കാണ് രൂപം നൽകിയത്. പിന്നെയാണ് സുഖാനുണ്ടി വരുന്നത്. അതിന്റെ മുമ്പങ്ങളാ ഞാൻ ശ്രീശവരായിരുന്നല്ലോ എന്റെ കേന്ദ്രം. ആദ്യം പിന്നെ ഞാൻ ആദ്യം. അതെ അല്ല സുകുമാരൻ മാഷ് കഴിഞ്ഞിട്ടാണ് ശേഷം എനിക്കാണ് ഇപ്പൊ സീറ്റ്. അല്ല നിങ്ങൾ 70 വന്നില്ല ചെത്തല്ലൂരായിരുന്നു. അത് വേറെ ശരി. രാഷ്ട്രീയ സന്ദർശനാണോ? രാഷ്ട്രീയക്കാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. മരണം വരെയും കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ എനിക്ക് രാഷ്ട്രീയത്തിൽ ശത്രുവില്ല, മിത്രങ്ങളുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ എങ്ങോട്ട് നയിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം. അത് കോൺഗ്രസ്സിന് പ്രത്യയശാസ്ത്രമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകാടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങളിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മതവും ഈ ലോകത്ത് നന്മക്ക് വേണ്ടിയാണ്. ഒരു മതം മോശമതമല്ല. എൻ്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് ഞാൻ ഒരിക്കലും ഈ ലോകത്തോട് പറയാൻ തയ്യാറില്ല. മതത്തിൽ വിശ്വസിക്കുന്നവരെ സ്നേഹിക്കുക. ഞാൻ മതക്കാരനല്ല. മതത്തിൻ്റെ ഒരു കാര്യങ്ങളും എനിക്കില്ല. മനുഷ്യ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സർവ്വ മതത്തെയും സ്നേഹിക്കുന്നു, മതക്കാരെയും സ്നേഹിക്കുന്നു. ഒരു മതവും മോശമല്ല. എല്ലാ മതവും ജനനന്മക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ മതാചാര്യന്മാർ എനിക്കതിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം. യേശുദേവൻ 2000 വർഷങ്ങൾക്ക് മുമ്പും മുഹമ്മദ് നബി 1500 വർഷങ്ങൾക്ക് മുമ്പും നന്മക്ക് വേണ്ടി അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവരും അത്താണിയാണെന്ന് പറഞ്ഞാണ് യേശുദേവൻ പ്രവർത്തനം ആരംഭിച്ചത്. മുഹമ്മദ് നബി ഈ പ്രപഞ്ചത്തെ തന്നെ അട്ടിമറിച്ചു. പക്ഷേ ഇവർ രണ്ടുപേരും കഴിയാതെ പോയത് എന്താ വെച്ചാൽ ജനങ്ങളെ സേവിക്കാനല്ല. ആ മതത്തിലൊന്നും ജനനന്മയെ പറ്റിയിട്ട് പറഞ്ഞില്ല. ജനങ്ങളുടെ ആവശ്യങ്ങളെ പറ്റി പറഞ്ഞു. വിയർപ്പ് പറ്റുന്നതിൻ്റെ മുമ്പ് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. വിയർപ്പ് പറ്റുന്നതിൻ്റെ മുമ്പ് കൂലി കൊടുക്കണം. കൂലി നിശ്ചയിക്കാനുള്ള അധികാരം തൊഴിലാളിക്കാണ്. ഇതൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അത് നിയമമാക്കിയില്ല. അവർ മരണാനന്തര കാര്യത്തെ പറ്റിയിട്ടാണ് കൂടുതൽ പറഞ്ഞത്. രാഷ്ട്രീയം അതല്ല. ഈ ദുന്യാവിലൊരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെ അവർക്ക് എന്തുണ്ടാവണമെന്ന കാര്യമാണ് രാഷ്ട്രീയം. അത് കോൺഗ്രസ് രാഷ്ട്രീയമായാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായാലും വേണ്ട. ഈ രണ്ട് രാഷ്ട്രീയമാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമുള്ളത്. മറ്റ് രാഷ്ട്രീയമൊക്കെ ഉണ്ടായതാണ്. ഈ ഹിന്ദുമത രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു വിഭാഗത്തിൻ്റെ ഏകോദര സഹോദരങ്ങൾ പോലെ നമ്മളൊക്കെ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ മരിച്ചാൽ തൊട്ട വീട്ടിലെ കല്യാണി വന്ന് കരയും. കല്യാണിൻ്റെ അളാപ്പയോ അല്ലല്ലോ. കല്യാണി മരിച്ചാൽ ഞാൻ പോയി കരയും. കല്യാണീൻ്റെ പങ്കള. അതാണ് മനുഷ്യസ്നേഹം. അപ്പോൾ സാഹോദര്യത്തിനും മനുഷ്യസ്നേഹത്തിൻ്റെയും ഏറ്റവും ലോകത്തെ ഒരു നാടാണ് നമ്മുടെ കേരളവും ഇന്ത്യയും. പക്ഷേ അതിനെ ശിഥിലമാക്കി എന്നുള്ളത് വേറെ. ഇപ്പോൾ ഇന്ത്യയിൽ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിങ്ങളുണ്ട്. അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മഹാത്മാഗാന്ധി 200 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ച് അവരേറ്റ് പോരാടി. പല ഘട്ടത്തിലും പിന്നോക്കം പോയി, പിന്നെ മുന്നോക്കം വന്നു. അവസാനത്തെ സമരമാണ് പോരാട്ടത്തിന് വിജയം കണ്ടത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് സാഹോദര്യത്താണ്. ആ സാഹോദര്യം മനുഷ്യസ്നേഹം അയാൾ ഉയർത്തി. മനുഷ്യൻ ഒന്നാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനാണ് അയാൾ ആദ്യമായി ഇവിടെ കൊല ചെയ്തത്. മാഷ ഞാൻ പൊതുപ്രവർത്തനായ കാലത്ത് അധ്യാപക സംഘടന കെട്ടിപ്പടുത്തത് മാഷാണ് ഇവിടെ. ബേസിക്കലി അന്ന് മുതൽ മാഷ എനിക്ക് പരിചയമുണ്ട്. മാഷ എനിക്ക് സ്നേഹവുമാണ്. അത് ഞാൻ എങ്ങനെ പറയാം, മാഷ് ഇവിടെ ഇരിക്കുമ്പോൾ. കാരണം ഇതൊരു LDF മണ്ഡലമാണ്. ഇവിടെ നിന്ന് LDF അല്ലാതെയും ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുകുമാരനുണ്ണി മാഷ് ആദ്യമായി ഇവിടെ
വിജയിച്ചൊരു വ്യക്തിയാണ് ശ്രീശോര മണ്ഡലത്തിൽ. അത് പറയാൻ പറ്റുമല്ലോ. ഈ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല. രാഷ്ട്രീയത്തിൽ ഒന്നും മൂന്നാവും, ചിലപ്പോൾ നാലാവും. അപ്പോൾ അതുകൊണ്ട് മാഷ് പ്രവർത്തിക്കുക, ഫലം ജനങ്ങൾ കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, മാഷെ ഉദ്ദേശം ജയിക്കണല്ലോ, അതുകൊണ്ടല്ല മാഷ് ജയിക്കാനല്ലാതെ ഒരു ജയിക്കില്ല എന്ന് കരുതിയിട്ട് ആരും ഒരു പ്രവർത്തനം നടത്തരുത്. കാരണം ഒരു പാടത്തെ കൂടെ പോകുമ്പോൾ ഒരു അറ്റക്കായ ചാടിക്കിടക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസമാണ്. ഇതൊരു ചാടിയാൽ കിടത്തുന്നു, അല്ലെങ്കിൽ അതിൽ വിടുവ്. അപ്പോൾ അല്ല, എൻ്റെ മകൻ എന്താവണമെന്ന് അവൻ തീരുമാനിക്കട്ടെ. അവന് പ്രായപൂർത്തിയായതാണ്. ഞാൻ അവനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോരുന്നവരെ എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. നല്ല പ്രവർത്തകനായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പോയതിന് ഉത്തരവാദിത്വം അവർ പറയണം, ഞാനല്ല പറയേണ്ടത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പോൾ പാർട്ടിയുടെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല, ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ റെസ്റ്റിലാണ്. ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് നേതൃത്വം കൊടുക്കേണ്ടത്. പ്രവർത്തിക്കാതെ ഒഴിഞ്ഞിരുന്ന് നേതൃത്വം കൊടുക്കുന്നത് ശരിയല്ല. അല്ല, ഞാൻ പ്രചരണത്തിന് ഇവരൊക്കെ ഉണ്ടല്ലോ, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയില്ലോ. ജനങ്ങൾ വോട്ട് ചെയ്തു. കോൺഗ്രസ് ചെറിയ വോട്ടിനെ തോറ്റു. ഈ തെരഞ്ഞെടുപ്പിൽ എന്താവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇത് കേരളം ഒരു പുതിയ പരീക്ഷണ ഘട്ടത്തിലാണ്. മനസ്സിലായിട്ടു. ഈ വികസനം ആണ് ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നതെങ്കിൽ LDFനാണ് സാധ്യത. നേരെ മറിച്ച് വികസനമല്ല രാജ്യത്തിൻ്റെ മറ്റു താല്പര്യങ്ങളൊക്കെ വെച്ചാൽ UDF വലിയിരിക്കാം. അത് പറയാൻ കഴിയില്ല. ഇപ്പോൾ സാധ്യത ഞാൻ തുറന്നു പറയാം, മാഷ ഇരുത്തി കൊണ്ട് പറയാണ്, വികസനം ചർച്ച ചെയ്താൽ ഇവർക്ക് പരാജയമാവും. ഉമ്മറൊക്കെ ഞാനൊരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ സഹകരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കേൾക്കുന്നത് ഉമ്മർക്കാൻ്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും ഞാനൊരു പാഠം ഒരു വിദ്യാർത്ഥിയെ പോലെ പഠിച്ചിട്ടുള്ളതാണ്. ഞാനൊരു ചെറിയ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ജില്ലാ ബാങ്കിൽ മൂപ്പര് എന്നെ വിളിച്ച്, ഞങ്ങളെയൊക്കെ വിളിച്ച് നല്ല ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ബാലേട്ടനെ എനിക്ക് ഓർമ്മ വരണം. അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലല്ലോ. ബാലേട്ടനൊരു അപാരമായ അറിവിൻ്റെ ആറാം ഏതാണ്ട് അതുപോലെ ഉമ്മർക്ക സഹകരണ മേഖലയെക്കുറിച്ച് ഇന്ന് കേരളത്തിൽ ഉമ്മർക്കാനെ കവച്ചു വയ്ക്കാൻ വേറൊരു മനുഷ്യരില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങളും വലിയ ആവേശത്തോടുകൂടി ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഉമ്മർക്കാനെ വലിയ ആദരവാണ്, ബഹുമാനമാണ്. അല്ല, ഉമ്മർക്ക ഞാൻ പറയും, ഉമ്മർക്ക എൻ്റെ ഒരു ഗുരുനാഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. അദ്ദേഹത്തോട് അനുഗ്രഹം ആവശ്യപ്പെട്ടു, അദ്ദേഹം അനുഗ്രഹം തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ പടച്ചോൻ തീരുമാനിക്കും. എനിക്ക് ഞാനോ ഈ സമയത്തും വരാം. ഇവൻ ചെരുപ്പിടാത്ത കോൺഗ്രസ്സാണ്. അത് പോയി നോക്കിയാൽ